BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാർസ്, പാദங்களுக்கு മുണ്ട് ആസൈകൾ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. കെ പി ചാക്കോ ആൻഡ് സൺസ് ഗോൾഡ് ഡയമണ്ട്സ് കിഡ്സ് ജുവലറി, തൊടുപുഴ. The favorite silks. KP Work and Sons, കാക്കനാട് ജുവലേഴ്സ്, തൊടുപുഴ, പെരുമ്പാവൂർ, കട്ടപ്പന, അടിമാലി, കോതമംഗലം. പാരമ്പര്യത്തിനൊപ്പം വിശ്വാസവും. കളരിക്കൽ ഡ്യൂട്ടി പെയ്ഡ് ആൻഡ് ക്രോക്കറി, കളരിക്കൽ ബസാർ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി പെർഫെക്റ്റ് 10 ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യപ്പട്ടിന് ഇനി 10ൽ 10 പൊരുത്തം. ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. അൾട്ടിമേറ്റ് കാർ ആക്സസറീസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ, തൊടുപുഴ. മൈ കല്യാൺ, ഇനി അയൽപക്കത്തും വജ്രം. ചേച്ചി, What happened? സ്റ്റൈൽ ആകും, സ്റ്റാർ ആകും. കല്യാൺ സിൽക്സ്. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ ശ്രീ PJ ജോസഫ് നേതൃത്വം നൽകുന്ന സംസ്ഥാന കാർഷിക മേള 2015 ഡിസംബർ 26 മുതൽ ജനുവരി 4 വരെ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ കർഷകരുടെ മണ്ണ് ചുംബന സമരം. കർഷകരുടെ പരമ്പരാഗത വേഷമണിഞ്ഞ് പാളത്തൊപ്പിയും ധരിച്ച് നൂറുകണക്കിന് കർഷകർ സമരത്തിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭയിലെ പിൻവാതിൽ നിയമനത്തിൽ പ്രതിഷേധിച്ച് DYFI നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. നേതാജി സോഷ്യലിസ്റ്റ് ഫോറം നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ഓഫീസ് പടിക്കൽ ഭൂരഹിതരുടെ കൂട്ടധർണ സംഘടിപ്പിച്ചു. ജോസ് കുറ്റിയാനി ex-MLA ധർണ ഉദ്ഘാടനം ചെയ്തു. മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന് CMB സംസ്ഥാന ജനറൽ സെക്രട്ടറി KR അരവിന്ദാക്ഷൻ. പത്രങ്ങളിലെ വിവാഹ പരസ്യങ്ങളിലെ ഫോൺ നമ്പറുകളിലേക്ക് ശബ്ദം മാറ്റി വിളിച്ച് പെൺവീട്ടുകാരിൽ നിന്നും പണം തട്ടുന്നത് പതിവാക്കിയ തൃശൂർ സ്വദേശിയെ തൊടുപുഴ പോലീസ് പിടികൂടി. തൊടുപുഴയിൽ കർഷകരുടെ മണ്ണ് ചുംബന സമരം. ഹൈറേഞ്ചിലെ കർഷകരോടുള്ള പട്ടയ നിഷേധം, ജനവാസ ഭൂമി വനഭൂമിയാക്കുന്നതിനുള്ള ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പ്രോജക്ട്, റബ്ബർ വിലയിടിവ് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി കഞ്ഞുകുഴി, ഉടുമ്പന്നൂർ, അറക്കുളം തുടങ്ങിയ പഞ്ചായത്ത് തല കർഷക സംരക്ഷണ സമിതികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമരം നടത്തിയത്. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ നിന്നും പ്രകടനമായിട്ടാണ് കർഷകർ ഗാന്ധി സ്ക്വയറിൽ എത്തിയത്. തുടർന്ന് നടന്ന മണ്ണ് ചുംബന സമരത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു. കർഷകരുടെ പരമ്പരാഗത വേഷമണിഞ്ഞ് പാളത്തൊപ്പിയും ധരിച്ചാണ് കർഷകർ എത്തിയത്.
നമ്മൾ കഞ്ഞിക്കുഴി കർഷക സമിതിയും വിവിധ കർഷക സമിതികളുമൊക്കെ കാലാകാലങ്ങളായി നടത്തുന്ന സമരങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ മണ്ണ് ചുംബന സമരവുമായി വന്നിരിക്കുന്നത്. പാവപ്പെട്ട കർഷകന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനോ അവന്റെ ദീനരോധങ്ങൾ കേൾക്കുന്നതിനോ ഇവിടെ ഒരു ഭരണാധികാരികളും ഇല്ല എന്നുള്ള അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ സ്വയമായി തന്നെ നമ്മൾ സമരമുഖത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ ഇതാ ഹൈ റേഞ്ച് മൗണ്ട് ലാൻഡ്സ്കേപ്പ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കർഷകർക്ക് മേൽ പുതിയ കിരാത നിയമങ്ങൾ ഇതാ വരുന്നു. അതുപോലെ റബ്ബർ വിലീടുമായിട്ട് ബന്ധപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കർഷകന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ ഇവിടെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പട്ടയത്തിനായിട്ട് പതിറ്റാണ്ടുകളായി സമരം ചെയ്യുന്നു. ആ പട്ടയ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളോടുള്ള വെല്ലുവിളിയാണ് നമ്മൾ ഈ നടത്തുന്ന സമരം. ഇവിടെ നമ്മൾ ഉപാധിരഹിത പട്ടയം നൽകണമെന്ന് നമുക്ക് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നടത്തുന്ന മണ്ണ് ചുംബന സമരം ഇത് നടത്തുന്ന സദാചാര കർഷകർ തന്നെയാണ് സാമ്പത്തിക സ്രോതസ്സിന്റെ നട്ടെല്ല്. കേവലം പാരിസ്ഥിതിക മൗലികവാദത്തിന്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കാതെ അവരുടെ ജൽപ്പനങ്ങളെ കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പയുമായി കേരള ഗ്രാമീൺ ബാങ്ക് ഗൃഹോദയ പദ്ധതി പ്രകാരം 9.80% നിരക്കിൽ ഗ്രാമീൺ ബാങ്കിൽ വായ്പകൾ ലഭ്യമാണ്. കൂടാതെ ഉത്സവകാല ആനുകൂല്യങ്ങളുടെ ഭാഗമായി വ്യക്തിഗത വാഹന വായ്പയും ലഭിക്കും. കേരള ഗ്രാമീൺ ബാങ്കിന്റെ പ്രത്യേക ഭവന വായ്പ പദ്ധതി ഗൃഹോദയ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിസ് നിർവഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് ഗൃഹോദയ എന്ന ഒരു പുതിയ ഹൗസിംഗ് സ്കീം ഒരു ഫെസ്റ്റിവൽ സമ്മാനമാണ് തരുവാനായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2007 മുതൽ തൊടുപുഴയിൽ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ ഈ ബാങ്കുമായി അത്യാവശ്യം കാര്യം ബന്ധപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ സാധാരണക്കാർക്ക് യഥേഷ്ടം അല്ലെങ്കിൽ എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു ബാങ്ക്. സാധാരണ നമ്മുടെ മറ്റു ബാങ്കുകൾ എന്ന് പറയുമ്പോൾ അവൻ്റെ മറ്റു ഭാവവും രൂപമൊക്കെ നോക്കി അവന് പണമുണ്ടെങ്കിൽ അവന് ആവശ്യത്തിന് ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ യഥേഷ്ട ലോൺ കൊടുക്കുന്ന ഒരു സാഹചര്യം. നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ പങ്കാളിത്തത്തോടെ ആരംഭിച്ച പുതിയ പദ്ധതിയിൽ ഭവന നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ, വീട് വാങ്ങൽ തുടങ്ങിയവയ്ക്ക് 9.80% പലിശ നിരക്കിൽ വായ്പകൾ ലഭിക്കും. പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിൽ ഭവന നിർമ്മാണത്തിന് 15 ലക്ഷം രൂപ വരെയും അറ്റകുറ്റപ്പണികൾക്ക് 5 ലക്ഷം രൂപ വരെയും വായ്പാ പരിധി ലഭിക്കും. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, നഗരമേഖലയിൽ വായ്പാ പരിധി 10 ലക്ഷമാണ്. ഭവന വായ്പ തിരിച്ചടവിന് 30 വർഷം വരെ കാലാവധിയും ഉണ്ടാകും. വ്യക്തിഗത വാഹന വായ്പാ പദ്ധതിയും ഗ്രാമീൺ ബാങ്കിന്റെ ഉത്സവകാല ആനുകൂല്യത്തോട് അനുബന്ധിച്ച് ലഭിക്കും. സർവീസ് ചാർജിലും ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും. 2015 മാർച്ച് 31 വരെയാണ് പുതിയ സ്കീം. റീജിയണൽ മാനേജർ M. മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൊടുപുഴ ബ്രാഞ്ച് മാനേജർ CV. വിജയൻ, റീജിയണൽ ഓഫീസ് മാനേജർ ബൃന്ദ, കൗൺസിലർമാരായ TS. രാജൻ, നൈൻസി കുര്യാക്കോസ്, ജോസ് മഠത്തിൽ, സാമൂഹ്യ പ്രവർത്തകൻ സ്വാമി അയ്യപ്പദാസ് എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ ഡീപോൾ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഇന്റർ ക്ലബ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചേറ്റൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ സന്തോഷ് അഗസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബുദ്ധിപരമായ വളർച്ച വേണം, ആധ്യാത്മിക രംഗത്തുള്ള വളർച്ച വേണം, നമ്മുടെ ശരീരം ആരോഗ്യമുള്ള ശരീരം വേണം. അതിന് മാർഷൽ ആർട്സ് തീർച്ചയായിട്ടും സഹായകരമാകും. നമ്മളെ ഡിസിപ്ലിൻഡാക്കും. തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിലേ നമുക്ക് ശരിയായി ഫങ്ഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. കരാട്ടെ ഇന്ന് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നല്ല ട്രെയിനേഴ്സിനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇത്രയും കുട്ടികൾ ഇവിടെ പരിശീലനം നേടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ പഠനത്തോടൊപ്പം
ഈ പരിശീലനത്തിലും തയ്യാറായ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. തൊടുപുഴ നഗരസഭയിലെ പിൻവാതിൽ നിയമനത്തിനും ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചതിലും പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തൊടുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മുനിസിപ്പൽ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. തുടർന്ന് നടന്ന ധർണ CK ലതീഷ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം തെമ്മാടികൾക്കും അടിമ നടത്തുന്നവർക്കുമൊക്കെ ഒത്താശ പാടുവാൻ ഈ പോലീസുകളുടെ അവസാനം കിട്ടുന്നത്. ഇവിടുത്തെ ഈ ഡിവൈഎഫ്ഐ നേതാക്കന്മാരെ തല്ലിച്ചതയ്ക്കാൻ അച്ചാരം വാങ്ങി നിൽക്കുന്ന ഏത് വൃത്തികെട്ട പോലീസുകാരന്മാരെ പരമശിവന്റെയല്ല ഏത് ദൈവം തമ്പുരാന്റെ പേര് വെച്ച് ഇവിടെ ഈ ഹാജർ എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാനും മുസ്ലിം ലീഗിന്റെ എംബോക്കികളും കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് അടക്കമുള്ള ഊരാഴ്ചകളുടെ അതിക്രമവാദമെന്നല്ല നിനക്കൊക്കെ ശമ്പളം തരുന്നുവെന്ന് നിങ്ങൾക്ക് ചിന്തിക്കണം. തല്ലിച്ചതയ്ക്കാൻ അച്ചാരമാക്കി നിന്നാൽ നിന്റെയൊക്കെ തലയുടെ തൊപ്പിക്ക് മേല് എന്നും ഈ കളറിട്ട ബാക്കിക്ക് പോണകം ധരിച്ച ആളുകളുടെ സംഘാടനങ്ങൾക്ക് ഉണ്ടാവും ധരിച്ചോ. ഇത് അത്തരം ധാരണയൊന്നും ഒരു പോലീസ് സേവനം വേണ്ട. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി R പ്രശോഭ്, ബ്ലോക്ക് പ്രസിഡന്റ് KK ഷിംനാസ്, PM സുനിൽ, യതിൻ ജോസഫ് എന്നിവർ തൊടുപുഴ ചാഴിക്കാട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡിവൈഎഫ്ഐ നടത്തുന്ന ജനകീയ സമരത്തെ ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി പോലീസ് നടത്തുന്ന അതിക്രമത്തെ CPIM ഏരിയ സെക്രട്ടറി TR സോമൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ M ലതീഷ് എന്നിവർ അപലപിച്ചു. പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുനിസിപ്പൽ ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്തിയത്. എന്നാൽ ആ മാർച്ചിനെ പോലീസ് കയ്യേറ്റം ചെയ്യുകയും അവരെ പലർക്കും ലാത്തിയടിയിൽ പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് ഭരണക്കാർക്ക് ഭരണത്തിനെതിരായി ഉണ്ടാകുന്ന എതിർപ്പുകളെ, അതിനകത്ത് വരുന്ന പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗപ്പെടുത്തി അടിച്ചമർത്തുക എന്ന ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെയും നഗരസഭയുടെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മാർച്ചിനും ധർണയ്ക്കും ഡിവൈഎഫ്ഐ നേതാക്കളായ PK രാജേന്ദ്രൻ, രാജേഷ് KS, കൃഷ്ണകുമാർ, പവിരാജ്, ദിബിൻ ഗോപി, ഷെമിൽ, പ്രവീൺ വാസു എന്നിവർ നേതൃത്വം നൽകി.